ഹായ് നമസ്കാരം, അറിവിന്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ LGSന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഫാക്ട്സ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിയേ മക്കളെ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഏതാണ് ആൻസർ വരിക? ബ്രഹ്മാനന്ദ ശിവയോഗിയാണോ, ചട്ടമ്പി സ്വാമികളാണോ, വൈകുണ്ഠ സ്വാമിയാണോ, ശ്രീനാരായണ ഗുരുവാണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്താണ്? ചട്ടമ്പി സ്വാമിയാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം എവിടെയാണ്? പന്മന, കൊല്ലമാണ് അല്ലെ. എവിടെയാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്? കൊല്ലൂരിലെ, തിരുവനന്തപുരത്തെ കൊല്ലൂരിലെ കണ്ണൻമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. ഏതാണ്? പ്രാചീന മലയാളം. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമിയാണ്. അങ്ങനെ ഷൺമുഖദാസൻ എന്ന് പേര് വിളിച്ചത് ആരാണ്? തൈക്കാട് അയ്യാ ഗുരുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? യഥാർത്ഥ നാമൻ അയ്യപ്പൻ എന്നും അതുപോലെ തന്നെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നും കൂടിയാണ്. ക്ലിയർ ആണോ? ദെൻ വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതാണ്? 1950 മാർച്ച് 15 വന്ന ഏതാണ്? പ്ലാനിംഗ് മിഷൻ അല്ലെ. ഏതാണ്? പ്ലാനിംഗ് മിഷന് പകരമായി വന്നതാണ് ഏത്? നീതി ആയോഗ്. എപ്പോഴാണ് വന്ന്? 2011 ജനുവരി മാസം 1-ാം തീയതിയാണ്. എപ്പോഴാണ്? 2015 ജനുവരി മാസം 1-ാം തീയതിയാണ്. ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദഗ്ധ ഉപദേശ സമിതി കൂടിയാണ് ഏത്? നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ആയിട്ടുള്ള പേര്. ഫുൾ ഫോം എന്ന് പറയുന്ന ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആര് തന്നെയാണ്? നരേന്ദ്ര മോദി തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബെറിയാണ്. ആരാണ്? സുമൻ കെ ബെറിയാണ്. ആരാണ് മക്കളെ? സുമൻ കെ ബെറിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. നിലവിലെ CEO ആണ് DVR സുബ്രഹ്മണ്യൻ. അപ്പൊ കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹാലാണോ, താണ്ടിയ തോപ്പിയാണോ, നാനാ സാഹിബാണോ, മൗലവി അഹമ്മദുള്ളയാണോ? മൗലവി അഹമ്മദുള്ളയാണോ? ഏതാണ് ആൻസർ വരിക? ബീഗം ഹസ്രത് മഹൽ ആണല്ലേ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ താണ്ടിയ തോപ്പിയും നാനാ സാഹിബും എവിടെയായിരുന്നു? കാൺപൂർ ആണ്. എവിടെയാണ്? കാൺപൂർ ആണ്. ദെൻ മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്. അതുകൂടെ ഓർത്തു വെക്കുക. ഈ ഭാഗം എപ്പോഴും ഈ ഒരു സെക്ഷൻ ചോദിക്കാറുണ്ട്. ദെൻ ഝാൻസി ഗോളിയാണ് റാണി ലക്ഷ്മിബായി ഉണ്ട്. ആരാ? കൻവർ സിംഗ്. ഡൽഹിയിൽ ആരായിരുന്നു? ജനറൽ ഭട്ട് ഖാന്. ബറേലിയില് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കൂടി ആയിരുന്നു. ദെൻ താഴെ പറയുന്നതിൽ ഏത് സംഭവമാണ് റൗലത്ത് നിയമത്തിനെതിരായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ദണ്ഡി മാർച്ചാണോ, ചൗരി ചൗര ആക്രമണമാണോ, ബംഗാൾ വിഭജനമാണോ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണോ? ഏതാണ് മക്കളെ? 1919 ഏപ്രിൽ 13 നടന്ന ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഏതാണ്? ഏപ്രിൽ 13-ാം തീയതി നടന്നാല് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അതിന് കാരണമായ നിയമമാണ് ഏത്? ഈ റൗലത്ത് ആക്ട്. ഏത്? അതിന് കാരണമായ നിയമം ഏതാണ്? റൗലത്ത് ആക്ട് ആണ്. ദുരന്തം നടന്ന എവിടെയാണ്? അമൃത്സർ, പഞ്ചാബ്
ആണ്. എവിടെയാണ് മക്കളെ? അമൃത്സർ, പഞ്ചാബിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഈ ചൗരി ചൗര സമ്മേളനവും അതുപോലെ തന്നെ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റൗലറ്റ് നിയമത്തിനെതിരെ ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവും കൂടിയാണ്. സ്മാരക അതുപോലെ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ്? അവരാണ് മൈക്കിൾ ഓഡയർ. ആരാണ്? മൈക്കിൾ ഓഡയർ ആണ്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റെജിനാൾഡ് ഡയർ കേട്ടോ. അപ്പൊ മൈക്കിള് വിളിച്ച് പറഞ്ഞൂടെ എന്ത് ഓർഡർ? അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. മൈക്കിള് വെടിവെക്കാൻ ഓർഡർ നൽകിയ ആര്? മൈക്കിൾ ഓഡയറും അതിന് നേതൃത്വം നൽകിയത് റെജിനാൾഡ് ഡയർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സമരം ഏതാണ്? ചമ്പാരൻ സമരം, പ്ലേക്ക് ബോണസ്, ഉപ്പ് സത്യാഗ്രഹം, പരുത്തി കൃഷിയുടെ തകർച്ച. ഏതാണ്? 1918 നടന്ന ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം. ഏതുമായി ബന്ധപ്പെട്ടതാണ്? തൊഴിലാളികൾക്കുള്ള പ്ലേക്ക് ബോണസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. ഏതാണ് മക്കളെ? അതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. തൊഴിലാളിക്ക് എന്ത് പ്ലേക്ക് ബോണസുമായി ബന്ധപ്പെട്ട് 33% വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം ഏതാണ്? അതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. സമരം എത്ര ദിവസം? 21 ദിവസം നീണ്ടുനിന്നു. എത്രയാണ്? 21 ദിവസം. സമരം വിജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾ കുറെ വ്യവസ്ഥകളൊക്കെ നൽകി. എന്താണ്? കരിങ്കാലികളെ ഉപദ്രവിക്കാൻ പാടില്ല, ആയുധങ്ങൾ എടുക്കാൻ പാടില്ല, അക്രമങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി കുറെ വ്യവസ്ഥകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് നൽകി എന്നാണ് പറയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? ഏതാണ്? ഓപ്ഷൻ ഡി 48 മണിക്കൂറാണ്. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ജാതിനാശിനി സഭ, വിദ്യാപോഷിണി, ജാതി വിരുദ്ധ സഭ, യുവ വിദ്യാ സംഘം. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അപ്പുറത്തെ. ഏതാണ് മക്കളെ? വിദ്യാഭ്യാസിനിയല്ലേ? സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എവിടെ വെച്ചാണ്? ചേറായിൽ നടന്ന സാംസ്കാരിക പ്രസ്ഥാനമാണ് വിദ്യാപോഷിണി. ഇതാണോ? അതുപോലെ തന്നെ മിശ്രഭോജനം പ്രസ്ഥാനം ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പനാണ്. അതും ചേറായിലാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക ചോദിച്ചിട്ടുണ്ട്. സഹോദരൻ ഏതാണ് മക്കളെ? സഹോദരനാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക. സഹോദര സംഘം സ്ഥാപിച്ചതും സഹോദരൻ അയ്യപ്പനാണ്. വർഷം ചോദിച്ചിട്ടുണ്ട്. 1917 ആ സഹോദര സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ജാതി നശീകരണമാണ്. ക്ലിയർ ആണോ? നമ്മൾ എക്സാമിന് ചോദിച്ച ഫാക്ട്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം നമ്മൾ സിലബസ് ആയിട്ടുള്ള ഓരോ ടോപ്പിക് ആയിട്ട് തരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഫാക്ട്സും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണോ? 141 ആണോ? 120 ആണോ? 121 ആണോ? ഏതാണ് മക്കളെ? നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140, നിയമസഭാ അംഗങ്ങളുടെ എണ്ണമാണ് 141 അല്ലെ. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9 ആണെങ്കിൽ ലോകസഭാ സീറ്റുകൾ എത്രയാണ്? 20 ആണ് അല്ലെ. 9 രാജ്യസഭയാണെങ്കിൽ ലോകം 20 ആണ് എന്നും കൂടി. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2 ആണ്. സുൽത്താൻ ബത്തേരിയും ആനന്ദവാടി അല്ലെ. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ. 2 ആണ്. ഏതൊക്കെയാണ്? ആലത്തൂരും അതുപോലെ തന്നെ മാവേലിക്കരയും. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? ആരാ മക്കളെ? CP ഗോവിന്ദപിള്ളയാണ്. ആരാണ്? CP ഗോവിന്ദപിള്ളയാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആര്? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്ര സ്ഥാപകൻ ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 ജനുവരി 19 എന്നും കൂടി ഓർത്തു വെക്കുക. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ
പ്രക്ഷോഭം ഏതാണ്? അഞ്ചുതെങ്ങ് പ്രക്ഷോഭം, ചാനാർ ലഹള, ആറ്റിങ്ങൽ കലാപം, മാപ്പിള ലഹള. ഏതാണ് മക്കളെ മാറുമറക്കലുമായി ബന്ധപ്പെട്ടത്? അഞ്ചുതെങ്ങാണോ? അഞ്ചുതെങ്ങ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചാനാർ ലഹളയാണ് അല്ലെ. ഏതാണ്? ചാനാർ ലഹളയാണ്. അഞ്ചുതെങ്ങ് 1691, ആറ്റിങ്ങൽ കലാപം 1721, 1921 മാപ്പിള ലഹള അല്ലെ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപമാണ് ഏത്? മാപ്പിള ലഹള. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയാണ് അല്ലെ. അഞ്ചുതെങ്ങ് പ്രക്ഷോഭം 1697 1695 അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിതമായത്. ക്ലിയറാണോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര് കൂടിയാണ് ഏത്? ഈ ചാനാർ ലഹള. ഒന്നാം ചാനാർ ലഹള നടന്ന് 1822 ആണെങ്കിൽ ചാനാർ ലഹള നടന്ന് 1859 അല്ലെ. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസമാണ് 1859 ജൂലൈ മാസം 26 തീയതി കേട്ടോ. ജൂലൈ മാസം 26 തീയതിയാണ് അനുവാദം നൽകിയ രാജാവാണ് ഉത്രം തിരുനാൾ രാജാവ്. ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. ആരാണ് മക്കളെ? വൈകുണ്ഠ സ്വാമിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മാറുമറക്കൽ സമരം, മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ ചാനാർ ലഹളയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? പഴശ്ശി യുദ്ധ കാലഘട്ടം എപ്പോഴാണ്? 1793 മുതൽ എപ്പോഴാണ്? 1793 മുതൽ 1805 വരെയാണ് അല്ലെ. ആരാണ് സഹായിച്ചത്? തലക്കൽ ചന്തുവാണ്. ആരാണ്? തലക്കൽ ചന്തുവാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്ന് 1793 മുതൽ 97 വരെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധമാണ് ഏത്? ഈ പഴശ്ശി കലാപം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്തിനാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം കലാപത്തിനുള്ള പ്രധാന കാരണം. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് എന്ത്? രണ്ടാം കലാപത്തിനുള്ള കാരണം കൂടി. കണവത്ത് ശങ്കരൻ, കൈത്തേരി അബൂനായർ, എടച്ചോനക്കുങ്കൻ, പള്ളുവർ ഏമാനാണ് വിപ്ലവത്തിന് പഴശ്ശിയുടെ സൈന്യത്തെ നയിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക. അതൊക്കെ ഓൾ വൺ ഔട്ട് ആയിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. വിവരാകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നവയിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെ ഓരോ ദിവസവും കൊടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപയാണോ? 150 രൂപയാണോ? 300 രൂപയാണോ? 350 രൂപയാണോ? ഓപ്ഷൻ എ അല്ലെ 250 രൂപയാണ്. ഇന്ത്യൻ പാർലമെന്റ് വിവരാകാശ നിയമം പാസാക്കിയ വർഷമാണ് 2005 ജൂൺ 15. എപ്പോഴാണ്? 2005 ജൂൺ 15 കേന്ദ്ര വിവരാകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ക്ലിയർ ആണോ? മാറിപ്പോണ്ട. ഈ നയപ്രകാരം, ഈ വിവരാകാശ നിയമപ്രകാരം എന്താണ്? വിവരം അപേക്ഷിക്കുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ്. വിവരം ലഭിക്കാൻ എന്താണ്? 10 രൂപ കോപ്പി സ്റ്റാമ്പ് പതിച്ച് അപേക്ഷയിലൂടെയാണ് സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് എപ്പോഴാ വന്ന്? 2005 ഡിസംബർ 19. എപ്പോഴാണ് മക്കളെ? ഡിസംബർ 19 സംസ്ഥാന വിവരാകാശ നിയമം വന്ന ഈ സംസ്ഥാനത്ത് അംഗങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? ഗവർണർ ആണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നിലവിലെ രാജ്യസഭാ അംഗങ്ങളാണോ? ലോകസഭ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണോ? സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണോ? സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭയിലെയും അംഗങ്ങളാണോ? ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ.
എന്താണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അല്ലെ. രാജ്യസഭ ഉപരിസഭ എന്നറിയപ്പെടുന്ന സെക്കൻഡ് ചേംബർ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് രാജ്യസഭയാണ്. എപ്പോഴാണ് രാജ്യസഭ വന്ന്? 1952 ഏപ്രിൽ 3-നാണ് അല്ലെ. എപ്പോഴാണ്? 1952 ഏപ്രിൽ 3-നാണെങ്കിൽ ആദ്യ സമ്മേളനം നടന്ന് 1952 മെയ് മാസം 13-ാം തീയതിയാണ്. എന്തൊക്കെ യോഗ്യത വേണം? 30 വയസ്സ് തികഞ്ഞിരിക്കണം. തന്നെ എന്താണ്? ഇന്ത്യൻ പൗരൻ കൂടിയായിരിക്കും. രാജ്യസഭയ്ക്ക് എന്താണ്? 30 വയസ്സ് യോഗ്യത, 30 വയസ്സ് തികഞ്ഞിരിക്കണം, ഇന്ത്യൻ പൗരൻ കൂടിയായിരിക്കും. രാജ്യസഭ ഒരു സ്ഥിരസഭയാണ് അല്ലെ. കാലാവധി ഇല്ല. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്ന 6 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? പരോക്ഷമായ തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് രീതി എന്ന ആശയം ആദ്യമായി കടമെടുത്ത രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സംസ്ഥാന നിയമസഭ ജനങ്ങൾ നേരിട്ട് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധി MLA അവരവരുടെ സംസ്ഥാനത്ത് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതില് രാജ്യസഭയില്. അടുത്ത ചോദ്യം നോക്കിയേ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാരാണ്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ് ആണ് അല്ലെ. ഇതാണ് ലാലാ ലജ്പത് റായ് ആണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ആരെയാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ആരെയാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യക്ക് രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 52 ഇംപീച്ച്മെന്റ് ഏതാണ്? രാഷ്ട്രപതി വേണമെന്ന് പറഞ്ഞ 52. ഇംപീച്ച്മെന്റ് ഏതാണ് മക്കളെ? 61. ഏതാണ്? 61. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, സർവ സൈന്യാധിപൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ഇന്ത്യയുടെ തലവൻ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രപതി നീക്കം ചെയ്യുന്ന ഗവർണർ ഉണ്ടാവും. അതുപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ തുടങ്ങിയവർക്ക് എക്സെട്രാ ഉണ്ടാവും. ഇംപീച്ച്മെന്റ് എന്താണ്? രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് നഗരം ഏതാണ്? ലാഹോർ ആണ്. ഏതാണ് മക്കളെ? ലാഹോർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു അല്ലെ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. ഷഹീദി ആസാം എന്ന പേരിൽ അറിയപ്പെടുന്ന നായകനും കൂടി ആരാണ്? ഭഗത് സിംഗ് ആണ് അല്ലെ. രക്തസാക്ഷി രാജകുമാരൻ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തിയാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലാണ്. തൂക്കിലേറ്റിയത് 1931 എവിടെ വെച്ചിട്ടാണ്? ലാഹോർ ജയിലിൽ. മാർച്ച് 1931 മാർച്ച് മാസം 23-ാം തീയതിയാണ് ലാഹോർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റിയത്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഏതാണ്? 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21 കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി കൂടിയാണ്. 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകൽ ആർട്ടിക്കിൾ 45 എന്ത് ഭേദഗതി വരുത്തി? ആർട്ടിക്കിൾ 51 ട്ടോ. കൂടി എന്ത് സംഭവിച്ചു? 11ാമത് ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. താഷ്കന്റ് പ്രഖ്യാപനം
ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ ചൈന അല്ലെ, ഇന്ത്യ ചൈന യുദ്ധമാണോ, ഇന്ത്യ പാകിസ്ഥാനാണോ, ഇന്ത്യ ബംഗ്ലാദേശ് ആണോ, ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ? എപ്പോഴാണ്? 1956 ജനുവരി 10 ആരായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം പരിഹരിക്കാൻ വേണ്ടി ആരൊക്കെയാണ് ഒപ്പുവെച്ച്? അയ്യൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയും കൂടിയാണ്. ഒരു കൊച്ചു കുരുവിയുടെ കുരുവിയുടെ അവസാനത്തിന്റെ വിജയം എന്ന് അറിയപ്പെടുന്ന എന്താണ്? ഈ താഷ്കന്റ് കരാറാണ്. കരാറിൽ മധ്യസ്ഥ സോവിയറ്റ് യൂണിയൻ ആണ്. കരാറിന്റെ പിറ്റേ ദിവസം എന്താണ്? 1966 ആര് മരിച്ചു? ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടും ജനുവരി 11. കരാർ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുകയും കൂടി ചെയ്തു. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം, ഗവൺമെന്റ് ഉടമസ്ഥ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പറയുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടും ശരി. മൂന്നാമത്തെ തെറ്റ് എന്താണ്? താരിഫ് കുറയ്ക്കാനാണ്, ഉയർത്താനല്ല. അപ്പൊ ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? 1ഉം 2ഉം മാത്രമാണ് ശരിയായ ആൻസർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെ. പുത്തൻ സാമ്പത്തിക നയം എപ്പോഴാ വന്ന്? 1991 നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അല്ലെ. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്താണ്? സാമ്പത്തിക നയത്തിന്റെ ശാഖകളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കൂട്ടത്തിൽ ചേരാത്തതേതാണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസ അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി ഏതാണ്? മെഡിക്കൽ ഗവേഷണത്തിനുള്ള അല്ലെ ഇന്ത്യൻ കൗൺസിലിംഗ്. ഏതൊക്കെയാണ് ആൻസർ വരിക? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് 3 ഏതാണ്? വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമല്ലേ? ഇത് മാത്രമാണ് കൂട്ടത്തിൽപ്പെട്ടത്. NCERT 1961 യൂണിവേഴ്സിറ്റി 1953 ICT എന്നത് 1945 അല്ലേ. മെഡിക്കൽ ഗവേഷണം 1911. ക്ലിയർ ആണോ? അപ്പൊ ഡേറ്റ് മാത്രം ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇതൊക്കെ മെഡിസിൻ, ഇത് മാത്രം എന്താണ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, നബാർഡ് ആണോ, സഹകരണ ബാങ്ക് ആണോ, RBI ആണോ? ഏതാണ് മക്കളെ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആയ ഏതാണ്? ഓപ്ഷൻ ഡി നബാർഡ് ആണ് അല്ലെ. നബാർഡ് ആണ്. 1982 നബാർഡ് നിലവിൽ വന്നത്. എവിടെയാണ്? മുംബൈയിലാണ്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്താണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 1981 ആക്ട് പ്രകാരമാണ് എന്ത്? 1982 നബാർഡ് സ്ഥാപിതമായത്. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഘാട്ടാണോ, ആസിയാൻ ആണോ, ബ്രിക്സ് ആണോ, G20 ആണോ? ഏതാണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് അല്ലെ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ഘാട്ടാണ്. ഏതാണ്? ഓപ്ഷൻ എ ഘാട്ടാണ്. ഘാട്ടുമായിട്ട് എന്താണ്? 1900 എപ്പോഴാ വന്ന് ഘാട്ട്? 47 ഒക്ടോബർ 30 ഘാട്ട് സ്ഥാപിതമായതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. 1995 എന്ത്? ഘാട്ട് ലോക വ്യാപാര സംഘടനയിലായിട്ട് മാറ്റപ്പെട്ടതും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ആസ്ഥാനം ജനീവയാണ്. 1995 ജനുവരി 1 ലോകവ്യാപാര സംഘടനയായി മാറിയത്. പിന്നെ അതിന്റെ ആസ്ഥാനം ജനീവയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? S രാധാകൃഷ്ണനാണോ, ഫക്രുദ്ദീൻ അലിയാണോ, VV ഗിരിയാണോ, രാജേന്ദ്ര
പ്രസാദാണോ? ഏതാണ് മക്കളെ? ഓപ്ഷൻ എ ഫക്രുദ്ദീൻ അലിയാണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലിയാണ്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ഏതാണ്? 352 ആണ്. എന്ത്? ദേശീയ അടിയന്തരാവസ്ഥ. സംസ്ഥാനമാണെങ്കിൽ 356, സാമ്പത്തികമാണെങ്കിൽ എന്താണ്? 360. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ ഈ സമയത്തായിരുന്നു. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി. 1975 ജൂൺ 25 പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്കയാണോ, സൗദി അറേബ്യ ആണോ, സൗത്ത് ആഫ്രിക്ക ആണോ, ഇംഗ്ലണ്ട് ആണോ? ആൻസർ കൂടെ ഓപ്ഷൻ ബി അമേരിക്കയാണ് കേട്ടോ. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡൽഹി ആണോ, ഡെറാഡൂൺ ആണോ, മുംബൈ ആണോ, ജയ്പക്വത? ഏതാണ് ആൻസർ വരിക? ജയ്പൂർ ആണ് ആൻസർ കേട്ടോ. ക്വസ്റ്റ്യന് ജയ്പൂർ ആണ്. ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ് കേട്ടോ. ചെറിയ പ്രദേശത്തല്ലേ മനുഷ്യനിർമ്മിത വസ്തുക്കളെയും അതുപോലെ തന്നെ എന്താണ് ഈ പ്രകൃതി വസ്തുക്കൾ സവിശേഷതയുള്ള വളരെയൊക്കെ അനുയോജ്യമായ നിറങ്ങളും അതുപോലെ ചിഹ്നങ്ങളൊക്കെ നൽകി ചിത്രീകരിക്കുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ ഭൂപടങ്ങളാണ് എന്ത്? ധരാതലീയ ഭൂപടങ്ങൾ. സൈനിക ഭൂപടമൊക്കെ എന്താണ്? അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്നും കൂടി ഓർത്തു വെക്കുക. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണോ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണോ, മിതോഷ്ണ മേഖല ചോല വനങ്ങളാണോ, വിശാലപത്ര വനങ്ങളാണോ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി പർവ്വത മിതോഷ്ണ മേഖല ചോല വനങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, കുറിഞ്ഞിമല, ആനമുടിച്ചോല. ഏതാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കുറിഞ്ഞിമലയാണ്. ഏതാണ്? ഓപ്ഷൻ ഡി കുറിഞ്ഞിമലയാണ് അല്ലെ. 2006 ഒക്ടോബർ 7 അന്നത്തെ കേരള വനം വകുപ്പ് മന്ത്രി ആരായിരുന്നു? ബിനോയ് വിശ്വമാണ് ഈ പ്രദേശത്തെ ഒരു സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ചിങ്ങം 1 ആണോ അല്ലെ? ചിങ്ങം 1 ആണോ, മേടം 1 ആണോ, കുംഭം 1 ആണോ, മീനമാണോ? എല്ലാവർക്കും അറിയുന്നൊക്കെ ആൻസർ ആണ്. മലയാള മാസത്തിന്റെ ആരംഭമാണ് ഏത്? ചിങ്ങം 1 എന്നറിയാം. ആൻസർ ഏതാണ് മക്കളെ? മേടം 1 ആണ്. അത് ഞാറ്റുവേല ഏതാണ്? അശ്വതിയും. അവസാനത്തെ ഏതാണ്? രേവതിയുമാണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണോ, എക്കൽ മണ്ണാണോ, ചുവന്ന മണ്ണാണോ, വനമണ്ണാണോ? ഏതാണ് മക്കളെ ആൻസർ? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ. റബ്ബർ ഉത്പാദനത്തിൽ 1ാം സ്ഥാനമുള്ള ഏതാണ്? കേരളമാണ്. റബ്ബറിന്റെ ജന്മദേശം എന്ന് ബ്രസീലാണ്. ഇന്ത്യത്തെ ആദ്യത്തെ റബ്ബർ പാർക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഐരാപുരമാണ്. ക്ലിയർ ആണോ? കോട്ട്നോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയാണോ, ഡൽഹിയാണോ, കൽക്കത്തയാണോ, മുംബൈ ആണോ, ജയ്പൂർ ആണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി മുംബൈ ആണ് അല്ലെ. ഏതാണ്? പരുത്തി തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? മുംബൈ തന്നെയാണ്. ഓപ്ഷൻ സി മുംബൈ ആണ്. പരുത്തിയുടെ ജന്മദേശം എന്ന് പറഞ്ഞ ഏതാണ്? ഇന്ത്യയാണ് അല്ലെ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ്. ലോകത്ത് പരുത്തി കൃഷിക്ക് 1ാം സ്ഥാനം ഏതിനാണ്? ഇന്ത്യ തന്നെയാണ്. ഏതാണ്? ഇന്ത്യ തന്നെയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. കേരളത്തിൽ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? പമ്പ, ചാലിയാറ്, കല്ലടയാറ്, പെരിയാറ്. ഓപ്ഷൻ
ബി ആണ് അല്ലെ, കല്ലടയാറല്ലേ. ഓപ്ഷൻ ബി കല്ലടയാറാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കല്ലടയാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കല്ലട നദി കൊല്ലത്തനാണ്. കല്ലടയാറിന്റെ പോഷക നദിയാണ് കുളത്തുപുഴ. അതുപോലെ ചെന്തുരുണി, കൽത്തുരുത്തേക്ക് ഏതിന്റെ പോഷക നദിയാണ്? കല്ലടയാറിന്റെയാണ്. ദെൻ കല്ലട എവിടെ പതിക്കുക? അഷ്ടമുടി കായലിലാണ്. ദെൻ മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണോ, പത്തനംതിട്ടയാണോ, കൊല്ലമാണോ, മലപ്പുറമാണോ? പർവ്വതങ്ങൾക്ക് ഉൾപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? മലനാട് അല്ലെ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആലപ്പുഴയാണ്. ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ അല്ലെ. കടൽ തീരമുള്ളതിൽ ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലായിട്ട് ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ഏത്? ആലപ്പുഴ ബീച്ച് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം. എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇരുപത്തിരണ്ട് 35 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 22-35 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പമ്പാ നദിയുടെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ ആണ്. എത്രയാണ്? പുണ്യനദി എന്നറിയപ്പെടുന്നൊക്കെ എന്താണ്? പമ്പയാണ് അല്ലെ. പമ്പയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് എന്ത്? പമ്പ. പതനം എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന പമ്പയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? NH 966 ആണോ? NH 744 ആണോ? NH 183 ആണോ? NH 544 ആണോ? ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് അല്ലെ. NH 544 ആണ്. ഏതാണ്? NH 44 ആയിരുന്നു. NH 966 മുമ്പ് എന്തായിരുന്നു? NH 49 ആയിരുന്നു അല്ലെ. കേരളത്തിലെ കൊച്ചിയിലെ തമിഴ്നാട് ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ഏതാണ്? NH 966 ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. NH 183 അല്ലെ കൊല്ലത്തെയും തേനി നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഏതാണ്? കൊല്ലത്തെയും തേനി, കൊല്ലം ടു തേനി ട്ടാ. തേനി നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH തമിഴ്നാട്ടിലെ തിരുമംഗലത്തെ കയറി കൊല്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏത്? NH 744. അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ബാക്കി ഇതൊന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഏതാണ് ആൻസർ വരിക? ഏറ്റവും കുറഞ്ഞ ദൂരം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ അല്ലെ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അഫ്ഗാനിസ്ഥാനാണ് ആൻസർ കേട്ടോ. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനമാണ് ഏത്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? 9 ആണ്. എത്രയാണ്? 9 ആണ്. സമുദ്ര അതിർത്തിയാണെങ്കിലോ അത് ശ്രീലങ്കയും മാലദ്വീപാണ്. കരതിർത്തിയാണെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ, മ്യാൻമാർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? മാംഗോ ഷവർ ആണോ? കാൽബൈശാഖിയാണോ? ചാസിംഗ് ആണോ? ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. കാൽബൈശാഖിയാണ്. ഏതാണ്? കാൽബൈശാഖിയാണ് ആൻസർ. ക്ലിയർ ആണോ? കാൽബൈശാഖി എന്നാണ് വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതി പ്രക്ഷോഭമാണ് കേട്ടോ. ആസാം, ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഉണ്ടാകുക. അതുപോലെ മറ്റൊരു പേരാണ് ഇതിന്റെ നോർവെസ്റ്ററുകൾ എന്നും കൂടി. ആസാമിൽ അറിയപ്പെടുന്ന ബർദോയ് ശില. എന്താണ്? ബർദോയ് ശില എന്നും കൂടിയാണ്.
ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലാണോ, ശാസ്താംകോട്ട കായലാണോ, പൂക്കോട് തടാകമാണോ? ഇവയൊന്നുമല്ല. ഏതാണ്? പൂക്കോട് തടാകമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പൂക്കോട്ട് തടാകമാണ്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം എന്നറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തെ തടാകം കൂടിയാണ് ഏത്? ഈ പൂക്കോട്ട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? മുമ്പ് ചോദിച്ചതുകൊണ്ട് ശ്രദ്ധിക്കുക. ജസ്പ, ജംബോ, ജൂഡ്, ജാക്കി. ഏതാണ്? ഓപ്ഷൻ എ ജസ്പയാണ് കേട്ടോ മക്കള്. ഓപ്ഷൻ എ ജസ്പയാണ്. എവിടെയാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുടെ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലൊക്കെ ടോട്ടൽ എത്രയാണ്? 104 ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമിസ് നാഷണൽ പാർക്കാണ് ലഡാക്കില് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയാണോ, പി രാജീവാണോ, ആന്റണിയാണോ? അബ്ദുൾ റഹ്മാൻ ആണോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അല്ലെ. വി അബ്ദുൾ റഹ്മാൻ ആണ്. ആന്റണി രാജു 2021 മുതൽ 2023 വരെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ആന്റണി രാജു. രാജീവ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. മേഴ്സിക്കുട്ടി 14ാം കേരള നിയമസഭയിൽ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്ത് മേഴ്സിക്കുട്ടിയാണ്. ഉപദ്വീപ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഏതാണ്? കൃഷ്ണയാണോ, ഗോദാവരിയാണോ, കാവേരിയാണോ, മഹാനദിയാണോ? നമുക്കറിയാം ഏതാണ്? ഗോദാവരിയാണ്. ഏതാണ്? പ്രധാന ഉപദ്വീപ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി അല്ലെ. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണയുണ്ട്, കാവേരിയുണ്ട്, മഹാനദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ്. ഭ്രംശത്താഴ്വരയിൽ ഒഴുകുന്ന നദിയാണ് നർമ്മദ, രണ്ടാമത്തെ താപ്തിയാണ്. കിഴക്കോട്ടാണെങ്കിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഗോദാവരി എത്രയാണ് നീളം? 1465 കിലോമീറ്റർ ആണ്. എത്രയാണ്? 1465. ഗോദാവരി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്ര നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കുറെ ഫാക്ട്സുകൾ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം ഇനി ഒരു ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം, എങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ആവേശമൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും അടുത്ത LGS പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എഫേർട്ടും പാഴായി പോകാതെ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.